അപ്പം പുറം സീറ്റി അവതരിപ്പിക്കുന്ന ആമുഖം എപ്പിസോഡ് 2 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈറ്റിയുടെ തന്നെ ഫസ്റ്റ് ടെക്നിക്കൽ ക്ലബായ ടീം ഫറാഗയാണ്. Every great machine begins with a dream. Behind every bolt tightened, every wire connected, and every design perfected, there is a team that refuses to give up. We introduce This is innovation driven by courage. This is a team that refuses to stop. We are not just building a vehicle. We are building the future. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടീം ഫെറാഗോ, അപ്പോൾ അവർ രാപ്പകൽ അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു വണ്ടിയാണിത്. അപ്പം അതിൻ്റെ പിന്നിൽ കുറേ കഥകളും കാര്യങ്ങളും വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ അത് ചോദിച്ചറിയാൻ ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു വ്യക്തി അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന ടീം ഫെറാഗോയുടെ ക്യാപ്റ്റൻ ഗോകുൽ ചേട്ടനാണ്. അപ്പം ചേട്ടാ ഹൈ. അപ്പം എന്താണ് ടീം ഫെറാഗോ? ഈ ക്ലബിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു കോളേജിലെ ഫസ്റ്റ് മോട്ടോർ സ്പോർട്ട് ക്ലബ്ബായിട്ട് തുടങ്ങുന്നത് ഫറാഗോ സിറ്റിയാണ്. വന്നിട്ട് 2015 ക്ലബിലൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരിയാണ് ഇത് തുടങ്ങാൻ വേണ്ടിയുള്ള നേതൃത്വമൊക്കെ നയിച്ച്. ഇങ്ങനെ എപ്പി സൈക്കിൾ എന്നൊരു കോമ്പറ്റീഷൻ ഉണ്ട്, നമുക്ക് അതിൽ പോയാലോ, കുട്ടികൾക്ക് കുറച്ച് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ ആവുമെന്ന് ആ ചേച്ചിയുടെ ഒരു ഇതിൻ്റെ പുറകിലാണ് ഇത് തുടങ്ങുന്നത്. അന്ന് ശശി സാറ് നമ്മുടെ അഡ്വൈസറായിട്ട് വരുന്നു. പിന്നെ ആദ്യത്തെ 2 വർഷം കോമ്പറ്റീഷന് പോയില്ല, കാരണം അറിഞ്ഞൂടാ. എനിവേ പിന്നെ 2017 തൊട്ട് നമ്മൾ പഞ്ചാബിൽ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിൽ എഫി സൈക്കിൾ കോമ്പറ്റീഷന് പോകാൻ തുടങ്ങി. പിന്നെ അവിടുന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ഇയേഴ്സിലും ഓൾ ഇന്ത്യ റാങ്ക്സ് കിട്ടി. പിന്നെ അവസാനം ഇപ്പം ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പം ഞാൻ ഫസ്റ്റ് ഇയറിലാണ് കോളേജിൽ കയറുന്നത്. പക്ഷേ ഫസ്റ്റ് ഇയർ കയറിയപ്പോഴേ എഫി സൈക്കിൾ ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഇയർ തൊട്ടാണ് നമ്മൾ പുതിയൊരു കോമ്പറ്റീഷനിൽ, അത് സോളാർ ഇലക്ട്രിക് വെഹിക്കിൾ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞ കോമ്പറ്റീഷന് പോകാൻ വേണ്ടി ഞങ്ങളുടെ ക്യാപ്റ്റനായിട്ട് അന്ന് ഗൗരവേട്ടനാണ് ക്യാപ്റ്റൻ. അപ്പം പുള്ളിയുടെ ഒരു ഇഷ്ടത്തിന് ഒരു കോമ്പറ്റീഷൻ കണ്ടുപിടിച്ചു, അതിന് പോകാൻ വേണ്ടി വണ്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയൊരു പ്രോജക്റ്റാണ് ഈ വണ്ടി. അതിപ്പം 2026 നിൽക്കുന്നു, ഓൾ ഇന്ത്യ റാങ്കൊക്കെ അടിച്ചിട്ട്. അപ്പോൾ ചേട്ടൻ നോക്കുമായിരുന്നു, ഈ ഫറാഗോ എന്ന് പറയുന്ന പേര് വളരെ വെറൈറ്റി പേരാണ്. അതിന്റെ പിന്നില് അങ്ങനെയൊന്നും ഒരു സീനിയേഴ്സ് ഇട്ടത് അർത്ഥം ഫാർവിഗോ എന്നുള്ളൊരു അർത്ഥം കൊണ്ട് ഇട്ടതാണ്. ഫാർവിഗോ കൊള്ളാം, ഞാൻ എനിക്ക് ഇഷ്ടം. അപ്പോൾ റീസെന്റ് ഞാൻ നിങ്ങളുടെ കുറെ ഫോട്ടോസ് ഒക്കെ കണ്ടായിരുന്നു, ഈ ട്രോഫി അടിക്കുന്നതും കോമ്പറ്റീഷന് പോകുന്നതും. അപ്പോൾ ഈ കോമ്പറ്റീഷന് പോകുന്ന ഒരു എക്സ്പീരിയൻസും ടീം ഡൈനാമിക്സിന്റെ കാര്യങ്ങളും അപ്പോൾ എങ്ങനെ നിങ്ങളത് മാനേജ് ചെയ്യുന്നത്? ഇപ്പോൾ സ്പോൺസർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു, വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഒരു റീസ്ട്രെയിനും കാര്യങ്ങളൊക്കെ? കാരണം ടെക്നിക്കലി ഞങ്ങളുടെ കൂടെ ടെക്നിക്കലി സൗണ്ടായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. എല്ലാം ചെയ്യാൻ, ഇപ്പം പ്രാക്ടിക്കലി പ്രൊഡക്ഷൻ വർക്ക് ചെയ്യാനാണെങ്കിലും ഡിസൈൻ വർക്ക് ചെയ്യാനാണെങ്കിലും അതിനുള്ള ക്വാളിറ്റിയുള്ള കുട്ടികൾ കൂടെ ഉണ്ട്. പക്ഷെ ഫണ്ട് ഭയങ്കര ഇഷ്യൂ ആണ്. അതിന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ലിറ്ററലി കുട്ടികളുടെ തന്നെ കളക്ട് ചെയ്തു, മാനേജ് ചെയ്തു. കുറച്ച് സ്പോൺസർഷിപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ കുറച്ചധികം 20,000 30,000 ഒക്കെ ഇട്ടവരുണ്ട് ക്ലബിൽ. അപ്പോൾ എങ്ങനെയൊക്കെയോ റേസ് ചെയ്ത് ഒരു വിധം ഒപ്പിച്ചെടുത്തു. പിന്നെ ഒരുപാട് ചില കമ്പോണൻസ് ഒന്നും പക്ക മേടിച്ചതല്ല, ലൈക്ക് സ്ക്രാപ്പിൽ നിന്ന് മേടിച്ചതുണ്ട്. അങ്ങനെ കുറേ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസാനം ഉണ്ടാക്കി കുഴപ്പമില്ലാതെ. ഈ കോമ്പറ്റീഷന്റെ ഒരു എക്സ്പീരിയൻസ് പറയാമോ? അത് ടീം മെമ്പറായിട്ട് കോമ്പറ്റീഷന് പോയി കാണുമല്ലോ. അതെ, ടീം മെമ്പറായിട്ട് ഞാൻ ടീം മെമ്പറായിട്ട് കയറുമ്പോൾ അന്ന് പഞ്ചാബിലാണ് ഈ എഫി സൈക്കിൾ കോമ്പറ്റീഷൻ. എഫി സൈക്കിൾ ഒരു ഹൈബ്രിഡ് വെഹിക്കിളാണ്. ഒരു ബോത്ത് പെഡൽ ഡ്രൈവും
ബാറ്ററി ഡ്രൈവ്. അന്ന് 800 വാട്ടിൻ്റെ മോട്ടർ ഉപയോഗിക്കും. നമ്മളിപ്പോൾ 4 കിലോ വാട്ടിൻ്റെ മോട്ടറാണ്, ഓക്കെ ഹൈ പവേർഡ് വെഹിക്കിളായത്. ഓക്കെ അന്ന് ഫസ്റ്റ് മെമ്പറായിട്ട് കയറിയപ്പോൾ ഞാൻ വർക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അഡാസ് ഫീച്ചേഴ്സിലാണ് വർക്ക് ചെയ്തത്. എനിക്കൊരു ആൻറ്റി തെഫ്റ്റ് സിസ്റ്റം അതിലാണ് വർക്ക് ചെയ്തത്. പിന്നെ അടുത്ത വർഷമാണ് എന്ന് വെച്ചാൽ 2025-ലാണ് പോകുന്നത്. അത് ഭയങ്കര ഇവൻഫുൾ ആയിരുന്നു. ഓൾറെഡി IV കഴിഞ്ഞ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ഇവിടെ വരുന്നു. പക്ഷേ എനിക്കന്ന് വണ്ടി ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം എനിക്ക് വയ്യ എന്നിട്ട് ഇവിടെ വന്നു, വർക്കൊക്കെ ചെയ്തു. എന്നിട്ട് പക്ഷേ അന്ന് എനിക്ക് ഭയങ്കര സാഡായിരുന്നു. കാരണം ഇവിടെ ഫുള്ള് എനിക്ക് തോന്നുന്നു ഈ വെഹിക്കിൾ ബിൽഡ് ചെയ്യുന്നതിനേക്കാളും കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയും ഇതൊന്ന് ജയിക്കണമെന്നുള്ളൊരു ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ട് വന്നിട്ടില്ല. ആകെ ഒരു സ്ട്രഗിൾ ഉണ്ടായെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ടീമിൽ നമുക്കാകെ മെക്കാനിക്കൽ ഒറ്റ 4th ഇയറാണ് ഉള്ളത്. സാധാരണ ഒരു മോട്ടോർ സ്പോർട്ട് ക്ലബ്ബിൽ കൂടുതലും മെക്കാനിക്കൽ ഫൈനൽ ഇയേഴ്സ് കൂടുതൽ കാണും. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ആകെ ഒരു മെക്കാനിക്കൽ മെമ്പറേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അപ്പം പുതിയ ഡിസൈനൊക്കെ ചെയ്യാൻ പോയിരുന്നെങ്കിൽ ഞങ്ങളാകെ പെട്ടുപോയാൽ. പക്ഷേ ഇത് മൊത്തം കംപ്ലീറ്റ് മോഡിഫൈ ചെയ്തു. ഇലക്ട്രിക്കലാണ് ഏറ്റവും പക്കയായിട്ട് ഇലക്ട്രിക്കൽ ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ നമ്മുടെ ഇലക്ട്രിക്കൽ ടീം പറയും. ബാക്കിയും എല്ലാ കാര്യങ്ങളും പ്രൊഡക്ഷനൊക്കെ നല്ല രീതിയിൽ എല്ലാം കംപ്ലീറ്റ് അഴിച്ച് പണിഞ്ഞ് വൃത്തിയാക്കി വണ്ടി എടുത്ത് കൊണ്ടുപോയി. ആദ്യം FE സൈക്കിളിൽ നിന്ന് തുടങ്ങി, പിന്നെ ഇവിടെ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു സ്ക്രാച്ചിൽ നിന്നാണ് നമ്മളിത് തുടങ്ങുന്നത്. അത് ഈ വണ്ടിയുടെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് സീനിയേഴ്സിൻ്റെ ഗൈഡൻസ് ഒന്നുമില്ല. പുതിയൊരു വണ്ടി ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക. ഒന്നുമില്ല, അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഇല്ല, ഡിസൈൻ ഇല്ല, ഹെൽപ്പ് ചെയ്യാൻ ലിറ്ററലി ഒന്നുമില്ല. മറ്റ് ക്ലബ്ബുകൾക്ക് ഉണ്ട് അങ്ങനെ ഹിസ്റ്ററി ഉണ്ട് പഠിക്കാൻ. ഇപ്പോൾ FE സൈക്കിൾ ആണെങ്കിലും നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തി. പെട്ടെന്ന് ആ ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഇപ്പം ഓൾമോസ്റ്റ് ഈ കോമ്പറ്റീഷൻ എന്താണെന്ന്, പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ ചെല്ലുമ്പോഴും അവിടെയും കുറച്ച് അവരുടേതായ കുറച്ച് കാര്യങ്ങളുണ്ട്. റൂൾസും റെഗുലേഷൻസും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇപ്പോൾ വാപ്പ് പാസ്സാവാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി. അപ്പം കുറേ പിള്ളേർക്ക് ഫെറാഗോയിൽ ജോയിൻ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഏതൊക്കെ തരം സ്റ്റുഡൻസിനെയാണ് ഫെറാഗോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള, പേഴ്സണലി ഞാൻ ഭയങ്കര ടെക്നിക്കൽ ജീനിയസ് ഒന്നുമില്ല, ഹൈ CGPA അങ്ങനെയുള്ള കുട്ടിയല്ല. പക്ഷേ ഞാൻ ക്ലബ്ബിൽ കയറിയിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എന്ത് കാര്യത്തിലും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നമുക്കൊരു ത്വര ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. നമ്മളതിനു വേണ്ടി റിസർച്ച് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കുക. സോ ഭയങ്കര എന്താ പറയുക, നോളജ്ഫുൾ ആയിട്ടുള്ള കുട്ടി എന്നതിലുപരി ഇതിനോടൊരു താല്പര്യം ഉള്ളൊരു കുട്ടീനെയാണ് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻ്റർവ്യൂ നടത്തുമ്പോഴാണേലും അവർക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ തന്നെ പഠിക്കും. നമ്മളെല്ലാവരും CT പഠിക്കും, നമ്മളെല്ലാവരും എൻട്രൻസ് എഴുതി ഇവിടെ കയറിയ എല്ലാവരും ഈക്വലി ടാലൻറ്റഡാണ്. പക്ഷേ ഒരു ഡ്രൈവ് വേണം. നമ്മൾ ഇത്ര നേരം ക്യാപ്റ്റന് എന്താണ് പറയാനുള്ളത് നമ്മൾ കേട്ടു. ഇനി നമ്മൾ ഫെറാഗോയുടെ ടീം മാനേജറിലോട്ട് കിടക്കുകയാണ്. ചേട്ടാ ഹായ്. പോൾ എന്നാണല്ലേ പേര്. അപ്പോൾ എന്താണ് ഫെറാഗോയുടെ ടീം മാനേജറിന് ഫെറാഗോയെ പറ്റി പറയാനുള്ളത്? സോ ഫെറാഗോ ആദ്യമായിട്ട് CETയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ക്ലബ്ബാണ്. സോ അതിൽ ഞാൻ പാർട്ടായത് എൻ്റെ ഏറ്റവും മൈ ഫേവറേറ്റ് പാർട്ട് അതായിരിക്കും. ഫെറാഗോ ഒന്ന് ക്ലബ്ബിൽ ജോയിൻ ചെയ്തത്. പിന്നെ ഫെറാഗോ എൻ്റെ ഗോൾസിനെ അലൈൻ ചെയ്തിട്ട് ഉള്ള ക്ലബ്ബാണ്. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ്സ് ആയിരുന്നു, R&D ഒക്കെ. ബാക്കി ഒരു ക്ലബ്സും ഇൻട്രസ്റ്റ് ഉണ്ട്, ബട്ട് ഫെറാഗോ ഈസ് മോർ അലൈൻ ടു മൈ ഇൻട്രസ്റ്റ്. അതായത് മെയിൻലി ഞാൻ ഫെറാഗോ ജോയിൻ ചെയ്യാനുള്ള റീസൺ. ചേട്ടാ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് ആദ്യം കയറി എന്ന് എനിക്ക് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഫെറാഗോയുടെ ഇലക്ട്രിക്കൽ സ്പെസിഫിക്കേഷനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ? തീർച്ചയായും പറയാം. അപ്പോൾ ഇതാണ് ഇലക്ട്രിക്കൽ സിസ്റ്റം അല്ലേ? അപ്പം എന്തൊക്കെയാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എക്സാക്ട്ലി എന്താ സംഭവം. ബേസിക് ഐഡിയ പറഞ്ഞുതരാമോ? ബേസിക് ആയിട്ട് ഒരു വണ്ടി ഓടാനായിട്ട് ബാറ്ററി വേണം, മോട്ടോർ കൺട്രോൾ വേണം, മോട്ടർ വേണം. ആ 3 കമ്പണീസ് നമ്മുടെ ഉണ്ടാവും. ഓക്കെ. പിന്നെ സേഫ്റ്റി വരുമ്പോൾ MCB ഉണ്ട് നമുക്ക്. ഇതാണ് MCB. അത് കൂടാതെ സെയിം ലൈനിൽ തന്നെ ഫ്യൂസും വെച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡറി സർക്യൂട്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലേഡ് ഫ്യൂസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡറി സിസ്റ്റം പവർ ആയിട്ട് നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് ഒരു സെക്കൻഡറി 12 വോൾട്ട് ബാറ്ററി യൂസ് ചെയ്യുന്നത്. അത് അവിടെ നിന്നുള്ള കണക്ഷൻസ് ഈ ഫ്യൂസിലിടും. ഈ ഫ്യൂസിൽ നിന്ന് സ്വിച്ചിലിടും. സ്വിച്ചിൽ നിന്ന് ലൈറ്റ്സും ബാക്കി ഓക്സിലറി സർക്യൂട്ട്സിലോട്ട് പോകും. അതാണ് സെക്കൻഡറിയുടെ ബേസിക് കണക്ഷൻസ്. 3 ടെമ്പറേച്ചർ സെൻസറിന്റെ റീഡിങ്സ് കാണിക്കുന്നത്.
പിന്നെ ലൈക്ക് വെഹിക്കിളിൻ്റെ സ്പീഡ് ഡിസ്പ്ലേനായിട്ട് ഒരു LCD ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ലൈക്ക് അത് മെഷർ ചെയ്യുന്ന സിസ്റ്റം ESP യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ സിസ്റ്റം ലൈക്ക് ഈ ഡാഷ്ബോർഡിന് അടിയിലാണ് വെച്ചേക്കുന്നത്. ഓക്കെ. അല്ലാതെ നമുക്ക് സേഫ്റ്റിയും കൂടെ നോക്കുന്നുണ്ട്. സേഫ്റ്റിക്കായിട്ട് നമ്മൾ കിൽ സ്വിച്ചോ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ MCB ഫ്യൂസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഓരോത്തിനും ഓരോ റേറ്റിംഗ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ പ്ലേസ് ചെയ്യും. അതാണ് ബേസിക് ആയിട്ട് നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ട്സ് ഉള്ളത്. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന R&Dയിലോട്ടാണ്. സോ അതിൽ കുറെ ഫീച്ചേഴ്സ് ലൈക്ക് ജൂനിയേഴ്സിന് ടാസ്ക്സ് അസൈൻ ചെയ്യും, പിന്നെ നമ്മൾ മെൻറ്ററിങ് ചെയ്യും. അങ്ങനെയാണ് R&D വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ, R&D എന്ന് പറയുമ്പം എന്തൊക്കെ അവിടെ റീസെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്, എന്തൊക്കെ ഫറാഗോ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്? സോ നമുക്ക് SCVC കോമ്പറ്റീഷൻ ഇന്നോവേഷൻ റൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഐഡിയസ് ഉണ്ട്. ഓക്കെ. അതല്ലാതെ നമ്മൾ പുതിയതായിട്ട് എന്ത് കൊണ്ടുവരുന്നു അതിനാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ അതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറെ ഇന്നോവേഷൻസ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ലൈക്ക് കുറെ ഓൾമോസ്റ്റ് എക്സിസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾ ചെറിയ വ്യത്യാസം കൊണ്ടുവന്നാലും അവർ പറയും ഓൾമോസ്റ്റ് എക്സിസ്റ്റിംഗ് ആണെന്ന് പറയും. അപ്പോൾ ലൈക്ക് ഇങ്ങനെ ഒരു ക്ലബിൽ ലൈക്ക് ഇന്നോവേഷൻസ് ആണ് പ്രയോറിറ്റി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് R&D നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നേരത്തെ നമ്മുടെ ടീം ഫറാഗോയുടെ മാനേജർ വന്ന് ഇതിൻ്റെ ഇലക്ട്രിക്കൽ സൈഡെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അതിൻ്റെ ഡ്രൈവ് ട്രെയിൻ ഹെഡും മെക്കാനിക്കൽ സൈഡ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സിദ്ധാർത്ഥ് ചേട്ടനാണ് ഉള്ളത്. ചേട്ടാ ഹായ്. ഹായ്. അപ്പം എന്താണ് ഫറാഗോയെ പറ്റി പറയാനുള്ളത്? എടാ, അപ്പോൾ ഫറാഗോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിളാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ SCVC കോമ്പറ്റീഷൻ, അതായത് സോളാർ ഇലക്ട്രിക് വെഹിക്കിൾ കോമ്പറ്റീഷനിലാണ് നമ്മൾ ഈ മത്സരത്തിലാണ് ഈ പങ്കെടുത്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ കണക്ക് 3 കാറ്റഗറി ഉണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മുടെ കാറ്റഗറിയാണ് BEV എന്ന് പറയുന്നത്, ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ. അപ്പോൾ ഇതിനെ മെക്കാനിക്കൽ സൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള ഒരു EV, ആ EVയിൽ വരുന്ന മിക്ക മെക്കാനിസവും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബൊലേറോ വണ്ടിയില്ലേ, നമ്മുടെ പോലീസിൻ്റെ ജീപ്പ്. അപ്പോൾ ആ ജീപ്പിൽ വലിയൊരു സെറ്റപ്പിനുള്ള ഒരു മാസ്റ്റർ സിലിണ്ടർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഹൈ ബ്രേക്കിംഗ് പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഒരു എക്സ്പ്ലിറ്റ് ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് തന്നെ ഫ്രണ്ടിലും ബാക്കിലും ടയറിലും ഒരേ സമയം അപ്ലൈ ആവുന്നു. ഓക്കെ. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ ബ്രേക്കിംഗ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മെക്കാനിക്കൽ സൈഡിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ചാസിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ AISI 1018 ആണ്. അതായത് 8% കാർബൺ കണ്ടന്റ് ഉള്ള സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു നല്ല ഡക്റ്റൈലും ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു. അപ്പോൾ അതിന് നമുക്ക് എക്സ്ട്രാ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ ഈഗ്രസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ വാപ്പ് സെക്ഷനിൽ തന്നെ, അതായത് വെഹിക്കിൾ അക്സെപ്റ്റൻസ് പ്രോട്ടോക്കോളിൽ തന്നെ അത് നമ്മൾ ക്ലിയർ ആക്കിയിരുന്നു. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അത് ക്ലിയർ ആയി. പിന്നെ വരുന്നത് നമുക്ക് ടയേഴ്സ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓൾട്ടോ ഇല്ലേ, നമ്മളെ ഓൾട്ടോ 800. അപ്പോൾ ഓൾട്ടോ 800 ടയറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സീറ്റ് ബെൽറ്റ് വരുന്നത് നമ്മുടെ ഒരു 5 പോയിന്റ് സീറ്റ് ബെൽറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു സേഫ്റ്റി ഫീച്ചർ നമ്മുടെ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന 5 പോയിന്റ് സീറ്റ് ബെൽറ്റും ഈ പറയുന്ന റോൾ കേജ് ആണിത് ഫുള്ളായിട്ടുള്ള. ഈ റോൾ കേജും കൂടി ചേരുമ്പോഴത്തേക്കും നമ്മുടെ വെഹിക്കിൾ വളരെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു വെഹിക്കിളായി മാറുന്നു. അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ വരുന്നത് ഇതിൻ്റെ ഡ്രൈവിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഗിയർ ബോക്സ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ഡിഫറൻഷ്യലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഡിഫറൻഷ്യൽ വെക്കുമ്പോൾ നമ്മുടെ കോംപ്ലക്സിറ്റി കുറച്ചുകൂടി കൂടുകയാണ് ചെയ്യുന്നത്. അതെ, റേറ്റും കൂടുന്നുണ്ട്. അപ്പം നമുക്ക് ബഡ്ജറ്റ് അത്ര അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതും കൂടി ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ മാക്സിമം ഇതിൽ ഡിഫറൻഷ്യലിൻ്റെ കുറവായിട്ടുള്ള സ്കിഡിങ് ആണ് നമ്മൾ ഡിഫറൻഷ്യൽ വെച്ചാൽ കുറയുന്നത്, സ്കിഡ് ആവുന്നത്. പക്ഷേ ഡിഫറൻഷ്യൽ വെച്ചില്ലെങ്കിൽ നമ്മളുടെ ആവശ്യത്തിന് നല്ല രീതിക്ക് വെഹിക്കിളിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡ്രൈവിൻ്റെ നമ്മളെ ഗിയർ റേഷ്യോ പറയുകയാണെങ്കിൽ നമ്മൾ 5ന്റെ ഗിയർ റേഷ്യോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് നമുക്കിപ്പോൾ വെഹിക്കിളിൻ്റെ ടോർക്ക് പറയുകയാണെങ്കിൽ നമുക്ക് 300 Nm ടോർക്ക് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു 17 ഡിഗ്രി കയറ്റം വരെ നമ്മുടെ വെഹിക്കിളിന് സുഖമായിട്ട് കയറാൻ പറ്റുന്നതാണ്.
ഇപ്പം ഡിഫറൻഷ്യൽ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുഴിയിൽ ഒരു ടയർ പോകുമ്പോഴത്തേക്കും മറ്റേ ടയർ എങ്ങനെ അതിൽ നിന്ന് എക്സ്കേപ്പ് ആയി വരും? അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് ആക്ച്വലി ചെയ്തിരിക്കുന്ന ആ രീതിക്കാണ്. അതായത് നമ്മുടെ ലിങ്കേജ് ഒരു സൈഡിലേക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ആയി വരുന്ന രീതിക്കാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ടയറോട് നമ്മൾ ഇനി അതായത് കുറച്ച് ഇറക്കിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് സ്റ്റിയറിംഗ് വെച്ച് തന്നെ നമുക്കത് കോമ്പൻസേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യലിൻ്റെ ആ ഒരു എഫക്റ്റ് വരുന്നില്ല. പിന്നെ നമ്മുടെ ബാക്കിലത്തെ ആക്സൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് ഷോർട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇത് നമ്മൾ നോർമലി എടുത്തിരിക്കുന്നത് ഓൾട്ടോ കാറിൻ്റെ ഇതാണ് എടുത്തേക്കുന്നത്, ആക്സിൽസ് ആണ് എടുത്തേക്കുന്നത്. പക്ഷേ അതിനെ തന്നെ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ലെന്ത് ഒന്ന് കുറച്ചു. അപ്പോൾ ഈ ലെന്ത് കുറയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി കിട്ടും. പിന്നെ ടയറിലുള്ള ട്രാക്ഷന് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. ആ ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മെക്കാനിക്കൽ സൈഡ് എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഫെയിലിയർ സംഭവിക്കാൻ പറ്റുന്ന ഏതൊക്കെ ഫീൽഡിൽ നിന്നാണ്? ഓക്കെ, ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഇയറത്തെ ഒരു ഇത് വെച്ച് തന്നെ പറയാം. ലാസ്റ്റ് ഇയർ നമ്മൾ കോമ്പറ്റീഷൻ പോയപ്പോഴത്തേക്ക് 2 കാര്യങ്ങളിലാണ് നമുക്ക് ഫെയിലിയർ പറ്റിയത്. അതായത് നമുക്ക് സ്റ്റിയറിങ്ങിലും പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ ബ്രേക്കിലും പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക് യഥാർത്ഥത്തിൽ നമുക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമല്ല. പക്ഷേ നമ്മൾ അത് ഇവിടെ വെച്ചപ്പോൾ ഓരോ പ്രൊഡക്ഷൻ വർക്ക്സ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ അതിലൊരു ഇത് വേണം, ഒരു കെയർ എക്സ്ട്രാ കൊടുത്തില്ലെങ്കിൽ അതിൽ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ലാസ്റ്റ് ഇയർ നമ്മൾ യൂസ് ചെയ്ത ഒരു അലുമിനിയം ടൈപ്പ് ബ്രേക്ക് ലൈൻസ് ആണ് യൂസ് ചെയ്തത്. ബ്രേക്ക് ലൈൻസ് ആണ് ഈ കാണുന്നത്. ഇപ്രാവശ്യം നമ്മളത് PVC മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്ത അലുമിനിയം മെറ്റീരിയൽ കണ്ടക്റ്റീവും ആയിരുന്നു. പ്ലസ് നമ്മൾ ഇതിൽ അത്ര കെയർ കൊടുത്തില്ലെന്ന് തന്നെ പറയാം. കെയർ കൊടുക്കാതെ നമ്മൾ വെൽഡിംഗ് ഒക്കെ ചെയ്തു തരണം. അപ്പോൾ ഈ വെൽഡിങ് ചെയ്തപ്പോഴത്തേക്ക് ആ ബ്രേക്ക് ലൈൻസിൽ കുറച്ച് ഉരുകാൻ ചാൻസ് വന്നു. അപ്പോൾ അവിടെ കൂടി ബ്രേക്കിൽ ഫ്ലൂയിഡ് ലീക്കായി. അപ്പോൾ അതൊരു വലിയൊരു ഫാക്ടറായിരുന്നു നമുക്ക് പ്രശ്നം വന്നത്. പിന്നെ ലാസ്റ്റ് ഇയർ നമ്മുടെ പ്രൊഡക്ഷൻ നമ്മൾ ചെയ്ത ആൾക്കാർ സ്റ്റിയറിംഗ് റാക്ക് കുറച്ച് മെറ്റീരിയൽ ഡക്റ്റൈലായിപ്പോയി, നല്ല ഡക്റ്റൈലായിപ്പോയി, ഹാർഡ് അല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു എഫേർട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ സ്റ്റിയറിംഗ് റാക്കിൽ ചെറിയ ബെൻഡിങ് വന്നു. അപ്പോൾ ആ 2 മെയിൻ ഫാക്ടേഴ്സ് നമ്മൾ മാറ്റിയപ്പോൾ തന്നെ നമ്മുടെ വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു ഇല്ല. അപ്പം ഡ്രൈവ് ട്രെയിൻ ഹെഡാന്ന് പറഞ്ഞല്ലോ. അപ്പം ഏതൊക്കെ പാർട്സ് ആണ് നമുക്ക് ഇൻഹൗസ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് നമ്മൾ വെളിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്? പിന്നെ ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ, ചെയ്തെടുക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ടോ? ഓക്കെ, ഇപ്പോൾ പാർട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ഡ്രൈവ് ട്രെയിനിൻ്റെ പാർട്സ്, അതായത് ഇപ്പോൾ ഗിയർ ബോക്സ്, അതുപോലെ തന്നെ ബ്രേക്ക് ഡിസ്ക്, ഇതെല്ലാം തന്നെ നമുക്ക് പുറത്തുനിന്ന് മാനുഫാക്ചർ ചെയ്തെടുക്കേണ്ടി വന്നു. അതായത് നമ്മുടെ സ്പെസിഫിക്കേഷനും വെഹിക്കിളിൻ്റെ വെയിറ്റ് അതനുസരിച്ചാണ് നമ്മൾ അതൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ബാക്കിയായിട്ടുള്ള ഇതിൽ വെഹിക്കിളിൽ മോസ്റ്റ് പാർട്സ് എന്ന് പറയുന്നത് നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് എടുത്തത് തന്നെയാണ്. അപ്പോൾ എല്ലാം മോസ്റ്റ്ലി നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള പാർട്സ് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ കുറച്ചുകൂടി ഒരു സസ്റ്റൈനബിൾ ഐഡിയ വരുത്താൻ വേണ്ടി തന്നെയാണ് അത് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന കോയിൽസ് ഒക്കെ കാണുന്നില്ല, സ്പ്രിംഗ് കോയിൽസ്, ഷോക്ക് അബ്സോർബർ എന്നൊക്കെ പറയുന്നത് നമ്മളൊരു സ്പെയർ പാർട്ട് കടയിൽ നിന്ന് അല്ല സ്ക്രാപ്പിൻ്റെ കടയിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റിയറിംഗ് റാക്ക് അതൊക്കെ നമുക്ക് മാനുഫാക്ചർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ അനാലിസിസ്, അതെ ടയറോടും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് മാനുഫാക്ചർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ സ്റ്റാഫ് അഡ്വൈസറിൻ്റെ എല്ലാ ഹെൽപ്പും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും മോഡൽ ഉണ്ടാക്കിയാൽ അത് ആദ്യം CAD-ൽ ചെയ്യണം. അതിനുശേഷം നമ്മളത് ഏതെങ്കിലും സോഫ്റ്റ്വെയറിലിട്ട് ഒരു അനാലിസിസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫയൽ മാനുഫാക്ചേഴ്സിന് അയച്ചു കൊടുക്കും. അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ ഇതിൻ്റെ മാനുഫാക്ചറിങ് ചെയ്തെടുക്കുന്നത്. ഈ CAD-ഉം സിമുലേഷൻ്റെ കാര്യം പറഞ്ഞു. അതെ, അപ്പോൾ നമ്മളൊരു ഡിസൈൻ സോൾവ് വർക്സിലോ അല്ലെങ്കിൽ കാറ്റിയിലോ ഉണ്ടാക്കുന്ന പോലെയല്ല റിയൽ ലൈഫിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ എത്രത്തോളം ഗ്യാപ്പ് നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഓക്കെ, അപ്പോൾ ആ ചോദ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്റ്റിയറിംഗ് റാക്കിൻ്റെ കാര്യം, നമ്മളൊരു ഡിസൈൻ കൊടുക്കുന്നതും അതിൻ്റെ ഔട്ട്പുട്ടും തമ്മിൽ നല്ല കുറച്ച് വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതും കൂടി കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിക്ക് വേണം ഡൈമെൻഷൻസും അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പോൾ യങ്സ് മോഡലസ് അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ അതും കൂടി കോമ്പൻസേറ്റ് ചെയ്യുമെന്ന് നമ്മൾ ഒരു ഫ്യൂച്ചറിൽ ഒന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചിട്ട് കൊടുത്താൽ മാത്രമേ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ഡിഫിക്കൽട്ടീസ് നമുക്ക് വരാറുണ്ട് മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മുടെ കൂടെ ടീം ഫെറാഗോയുടെ ഡ്രൈവർ തന്നെ കൂടെ ഉണ്ട്. പുള്ളി പ്രൊഡക്ഷൻ ഹെഡ് കൂടാണ്. അപ്പോൾ ചേട്ടാ പേരെന്തായിരുന്നു? എൻ്റെ പേര് അക്ഷയ്. ഓക്കെ, ഇതിൻ്റെ ഡ്രൈവറാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കോമ്പറ്റീഷൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. പറയാം. ഡ്രൈവർ എന്ന നിലയ്ക്ക് നമുക്ക് ഇപ്പം നമ്മൾ വണ്ടി കൊണ്ട് ടീം എല്ലാവരും കൂടി വണ്ടിയും കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ വൺസ് TI പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒട്ടുമുക്കാലെല്ലാം ഡ്രൈവറിൻ്റെ കയ്യിൽ തന്നെയാണ് ഏകദേശം. പിന്നെ ബാക്കിയുള്ള അവിടുത്തെ ഡൈനാമിക് റൗണ്ട്സ് മൊത്തം ഡ്രൈവറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ നമുക്കിതിനകത്ത് ഡ്രൈവർ എന്ന നിലയ്ക്ക് എനിക്ക് കുറേ എന്താ പറയുക നല്ല പ്രഷർ ഉണ്ടായിരുന്നു. ഒരു ഡ്രൈവറിനെ എങ്ങനെയായിരിക്കും ചൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഇപ്പോൾ അത്യാവശ്യം നന്നായി ഓടിക്കാൻ അറിയണം. പിന്നെ അവർക്ക് അവിടെ നമുക്ക് ക്രൈറ്റീരിയ ഉണ്ട്.
4 വീലർ ലൈസൻസ് വേണം, പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് വേണം. പിന്നെ അതല്ലാതെ അത്യാവശ്യം ഓടിച്ച് പരിചയമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലത്. അവിടെ നമുക്ക് ഒരു സാധാ രീതിക്കല്ല ഓടിക്കേണ്ടി വരിക, നമുക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടാണ് അവർ ട്രാക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരിക. അപ്പോൾ നമ്മൾ ഓരോ സമയത്ത് ഓരോ ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കിപ്പോൾ അവിടെ ഹോവർ ആൻഡ് ഡ്രാഗ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഇതുണ്ട്. അതെന്ന് വെച്ചാൽ ഓഫ് റോഡിൽ ഓടിക്കുന്നതാണ്. അതിന് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എത്ര റിവേഴ്സ് എടുത്ത് ഫ്രണ്ട് എടുത്താലും അതിൽ കൂടെ തിരിഞ്ഞ് പോകില്ല. അത് നമുക്കറിയാം. അത്ര ടൈറ്റ് ആയിട്ടാണ് ഒരു ട്രാക്ക് വരയ്ക്കുക. അപ്പോൾ അതിനെ വരച്ച ട്രാക്കിൽ വിട്ട് വണ്ടി പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് വെച്ചാൽ പെനാൽറ്റി ലാപ്പ് എന്ന് പറയും. ഇത്ര സെക്കൻഡ് പെനാൽറ്റി ലാപ്പ് വരും. നമുക്ക് ആ ഫുൾ ട്രാക്ക് എത്ര സമയത്തിനുള്ളിൽ നമ്മൾ ഓടിച്ച് കയറുന്നു എന്നാണ് അവർ നോക്കുന്നത്. അതിലുപരി നമ്മുടെ വണ്ടി വീല് എപ്പോൾ അതിന് പുറത്തോട്ട് പോകുന്നോ അത്ര ഇപ്പോൾ 2 സെക്കൻഡോ 5 സെക്കൻഡോ പെനാൽറ്റി ലാപ്പ് വരും. അപ്പോൾ ഞാനപ്പോൾ ആ സമയത്ത് നോക്കിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വണ്ടി റിവേഴ്സ് എടുത്ത് ഫ്രണ്ട് എടുത്ത് ഓടിച്ചാലും നമ്മുടെ ഒരു വീൽ എങ്ങനെയാലും പുറത്തു പോകും. അപ്പോൾ ഇത് നിർത്തി റിവേഴ്സ് എടുത്ത് അപ്പോൾ ആ ടൈം നോക്കിയില്ല. അപ്പോൾ ഫുള്ള് ചവിട്ടി പിടിച്ച് വീല് പുറത്തു പോയാലും എങ്ങനെയും വേഗം ചവിട്ടി പിടിച്ച് തീർക്കാൻ നോക്കി. ആ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് ഇതിൽ ഫസ്റ്റ് അടിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാവരും നിർത്തിയെടുത്ത് നോക്കിയപ്പോൾ എന്നിട്ട് അവർ പുറത്തോട്ടും പോയി. അങ്ങനെ അവർക്ക് ടൈം അപ്പോൾ കുറേ ചിലവായി. അങ്ങനെ കുറേ ക്രിട്ടിക്കലായിട്ട് നമ്മൾ ആലോചിക്കേണ്ടി വരും ആ സമയത്ത്. അത് ഓൺ ദ സ്പോട്ടിൽ നമ്മൾ എന്തെങ്കിലും അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഇതൊന്നും നമ്മൾ അറിയില്ല. നമ്മൾ അവിടെ ജസ്റ്റ് വരുന്നതിന് മുന്നേ അവർ നമ്മളെ ട്രയൽ റണ്ണ് പോലെ നമ്മളെ കൊണ്ട് കാണിക്കും, ലാപ്പ് ട്രാക്ക് കാണിക്കും. അപ്പോൾ അങ്ങനെ കുറേ പ്രഷർ ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഒരു ചേട്ടൻ ഫെറാഗോയുടെ പ്രൊഡക്ഷൻ ഹെഡ് കൂടിയാണ്. അപ്പോൾ പിന്നീട് ഒരു ഡ്രൈവറുമായി. അപ്പം പ്രൊഡക്ഷൻ ഹെഡ് ആയതുകൊണ്ടൊരു ബെനിഫിറ്റ് എന്താണ്? പ്രൊഡക്ഷൻ ഹെഡ് ആയതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഡ്രൈവിംഗ് സ്കില്ലിനെ അത് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കിയ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഇതിൻ്റെ എവിടേക്കാണ് നമുക്ക് ഒരു വീക്ക് പോയിന്റ് വരുന്നത്, എവിടേക്കാണ് നമുക്ക് അഡ്വാൻറ്റേജ് വരുന്നത് നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് നമുക്കറിയാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഒരു ചെറിയ നോയ്സ് കേട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്തു നിന്നായിരിക്കും എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ടേണിംഗ് ഒക്കെ എടുക്കുമ്പോൾ അത്രയ്ക്ക് ഷാർപ്പായിട്ട് എടുക്കരുത്, സ്ലോ ചെയ്തെടുക്കണം. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അത് നമുക്ക് കൂടുതലും മനസ്സിലാവും. നമുക്കറിയാം നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് നമ്മുടെ വണ്ടി എത്ര നന്നായി ഇപ്പം ഓഫ് റോഡ് ആണെന്നുണ്ടെങ്കിലും എന്തിലൊക്കെ നമുക്ക് എത്ര പുഷ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടാവും. ഇപ്പോൾ നമ്മളവിടെ കോമ്പറ്റീഷന് പോയപ്പോഴായാലും അവിടുത്തെ അവർ പറഞ്ഞത് നിങ്ങൾ മാക്സിമം പുഷ് ചെയ്യരുത്, അത് വണ്ടി വല്ലാണ്ട് പുഷ് ചെയ്യരുത്, ഇത് ജസ്റ്റ് ഒരു കോമ്പറ്റീഷനായിട്ട് കാണണം, അവസാനത്തെ റൗണ്ടിലേക്ക് നമ്മൾ പാസ്സാവണം, അതിന് നമുക്ക് വണ്ടി നശിപ്പിക്കരുത്, അങ്ങനെ ഒരു ഇത് പറഞ്ഞു അവർ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വണ്ടി എന്തോരം പുഷ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ട്. അതിപ്പോൾ വേറൊരു ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ അവനധികം അറിയില്ല. അപ്പോൾ കോമ്പറ്റീഷന് പോകുമ്പോൾ ഒരു പ്രിപ്പറേഷൻ കാണും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കോമ്പറ്റീഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ പോയപ്പം എന്തൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചാലഞ്ചസ് നേരിടേണ്ടി വന്നു? നല്ല ചോദ്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി എത്ര പെർഫെക്റ്റ് ആക്കി കൊണ്ടുപോയാലും അവിടെ നിന്ന് നമുക്ക് വാപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അത് ഞാൻ വിചാരിച്ചത്, എനിക്കത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ട് നമുക്ക് വാപ്പ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമായിട്ട് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇത് നമ്മളെന്ന് വെച്ചാൽ വണ്ടി ഫുൾ പെർഫെക്റ്റ് 100% ആക്കി ഇവിടുന്ന് കൊണ്ടുപോയതാണ്. അപ്പം സീനിയേഴ്സൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി ഫുൾ സെറ്റാണ്, അവിടെ ചെന്ന ഒരു കുഴപ്പമില്ല, നമ്മൾ ഫസ്റ്റ് തന്നെ വാപ്പ് പാസ്സാവെന്ന് പറഞ്ഞു. അപ്പോൾ സീനിയേഴ്സ് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിട്ടും അവർക്കറിയാം, അവർ എഫി സൈക്കിൾ പോയപ്പോൾ അവർ ഇതേപോലെ തന്നെ വണ്ടി ഫുൾ പക്ക ആക്കിയിട്ടാണ് കൊണ്ടുപോയത്. എന്നിട്ട് അവർക്ക് വണ്ടി ഫുൾ അഴിച്ച് പണിയേണ്ടി വന്നു എന്നാണ് അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പറഞ്ഞു നീ അത് നോക്കണ്ട, ഉള്ള സ്പെയറുകളും എല്ലാം എടുത്തോ, അവിടെ ചെന്ന് എങ്ങനെ പോയാലും നിനക്ക് വണ്ടിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവർ ഉണ്ടാവും, പണി എന്തായാലും ഉണ്ടാവും, നീ എത്ര 100% പറഞ്ഞു കൊണ്ടായാലും കാര്യമില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ആദ്യം ചോദിച്ചേ നമ്മൾ ഫുൾ കോൺഫിഡൻ്റ് ആണ്. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് മെക്കാനിക്കൽ പരമായിട്ട് അധികം വന്നില്ലെങ്കിലും നമുക്ക് കിട്ടിയ ചാലഞ്ചസ് ഡ്രൈവർ സേഫ്റ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, ഈ നെക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്, പിന്നെ ഗ്ലൗവ്, ഷൂവ്, ഇതൊന്നും നമ്മുടെ സേഫ്റ്റി റേറ്റഡ് ആയിരുന്നില്ല. അപ്പം അതൊരു ഇതായിരുന്നു, അത് ഒപ്പിക്കാനായിട്ട് ഭയങ്കര പാടാണ്. അത് നമുക്കവിടെ ഒരു റേറ്റിംഗ് ഉണ്ട്, SFI എന്ന് പറഞ്ഞ റേറ്റിംഗ് ഉണ്ട്. ആ റേറ്റിംഗുള്ള സാധനമേ യൂസ് ചെയ്യാൻ പാടുള്ളൂന്നുണ്ട്. അത് കിട്ടാനായിട്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ടു അവിടെ. പിന്നെ പല ടീമിൻ്റെ നിന്ന് ബോറോ ചെയ്യേണ്ടി വന്നു. പിന്നെ അവിടെ നിന്ന് നമ്മുടെ ടീമിൽ തന്നെയുള്ള ആൾക്കാരുകൾ എനിക്ക് തോന്നുന്നു ഒരു 30 കിലോമീറ്റർ സ്കൂട്ടർ എടുത്ത് കറങ്ങിയിട്ടുണ്ടാവും ഇതിന് വേണ്ടിയിട്ട്. കോയമ്പത്തൂർ ടൗൺ ഫുള്ള് അരിച്ച് കറക്കിയിട്ടുണ്ടാവും അവിടെ. അതാണ് മെയിനായിട്ട് നമുക്ക് വന്നൊരു വിഷയം. പിന്നെ അങ്ങനെ വലിയ വിഷയങ്ങളൊന്നും അധികം നമ്മൾ വന്നിട്ടില്ല.
വണ്ടി ഇപ്പോൾ ഒരു ഓട്ടോണോമസ് തരത്തിലോട്ട് മാറാൻ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രൈവറുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനെപ്പറ്റി അതിപ്പോൾ അവിടെ കോമ്പറ്റീഷനിൽ നമുക്ക് ഓട്ടോണോമസ് ഉണ്ട്. നമുക്ക് ഫുള്ളി ഓട്ടോണോമസ് ഇപ്പോൾ ഏതൊരു ഓട്ടോണോമസ് വെഹിക്കിൾ എടുത്താണെങ്കിലും അതിൽ ഡ്രൈവർ എന്നുള്ള ഒരാൾ അവിടെ വേണം. ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ ഒരു സേഫ്റ്റി കൺസേൺ അനുസരിച്ച് അങ്ങനെ വേണം. ഇപ്പം നമുക്ക് അവിടെ കോമ്പറ്റീഷനിൽ നടക്കുന്ന ഓട്ടോണോമസ് ആണെന്നുണ്ടെങ്കിലും ഒരു ട്രാക്ക് ഫോളോ ചെയ്യലും അങ്ങനത്തെ ഓട്ടോണോമസ് ആണ് വരുന്നത്. അപ്പോൾ അതിന് ഡ്രൈവർ വേണം. നമ്മൾ ഇപ്പോൾ വിചാരിക്കണ പോലെയല്ല, ഇതിൽ ഒരുപാട് സേഫ്റ്റി റീസൺസ് ആണ്, സേഫ്റ്റി കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട്. വണ്ടി അത്ര പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമാണ് അവരവിടെ ട്രാക്കിലോട്ട് അലോ ചെയ്യുള്ളൂ, അല്ലാതെ ഇറക്കൂല ഒരിക്കലും. അപ്പോൾ ഒരു ഡ്രൈവർ ഇല്ലാണ്ട് സമ്മതിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല.